ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ 5 വർഷമായി ഒരു ജോലിസ്ഥലത്ത് ജോലി ചെയ്യുന്നു. ആ കെട്ടിടത്തിൻ്റെ ഓരോ വാതിലും നിങ്ങൾക്കറിയാം, ഓരോ ക്യാമറയും അറിയാം, ഓരോ ഇരുണ്ട കോണും അറിയാം, ഓരോ ഗാർഡിൻ്റെ ടൈം ടേബിളും അറിയാം, ഓരോ രഹസ്യവും അറിയാം. ഇനി ചിന്തിക്കൂ, ഒരു രാത്രി ആ അറിവ് മുഴുവൻ ഉപയോഗിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. ആ ജോലിസ്ഥലത്തെ സംരക്ഷിക്കാനല്ല, അവിടെ കൊള്ളയടിക്കാൻ. 1997 സെപ്റ്റംബർ 12 ഒരു വെള്ളിയാഴ്ച രാത്രി ഒരു മനുഷ്യൻ ഇതൊക്കെ ചെയ്തു. ആ രാത്രി അവസാനിക്കും മുൻപ് അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ ക്യാഷ് ഡിപ്പോകളിൽ ഒന്നിൽ നിന്ന് $18 ദശലക്ഷം, അതായത് ഏകദേശം 150 കോടി രൂപ അപ്രത്യക്ഷമായി. ഒരൊറ്റ വെടിപൊട്ടിയില്ല, ഒരു പൊട്ടിത്തെറിയില്ല, ഒരൊറ്റ അലാറം മുഴങ്ങിയില്ല. ഒരു മനുഷ്യൻ, ഒരു ഒഴിഞ്ഞ വാതിൽ, ഒരു ആസൂത്രണം. ഇതാണ് ഡൺബാർ ആർമേഡ് ഹെയ്സ്റ്റ്, അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്യാഷ് കൊള്ള. ഈ കഥ മുഴുവൻ കേൾക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേറെ ഒന്നും ചെയ്യണ്ട, ഒരൊറ്റ ക്ലിക്ക് മതി. ഇതുപോലെ ഉറക്കം കളയുന്ന കഥകൾ എല്ലാ ആഴ്ചയും ഇവിടെയുണ്ടാകും. ലോസ് ആഞ്ചലസ്, 1992. ആലൻ പേസ് III, 34 വയസ്സ്, ഡൺബാർ ആർമേഡ് കമ്പനിയുടെ ലോസ് ആഞ്ചലസ് ഡിപ്പോയിൽ സേഫ്റ്റി ഇൻസ്പെക്ടർ. ആ ഡിപ്പോ എന്തായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. ദക്ഷിണ കാലിഫോർണിയ മുഴുവൻ ATM കല്ലിലേക്കും ബാങ്കുകളിലേക്കും ബിസിനസ്സുകളിലേക്കും വേണ്ട പണം ഇവിടെ വന്ന് പ്രോസസ് ചെയ്യപ്പെടും. ദിവസവും ദശകോടികൾ. ശക്തിപ്പെടുത്തിയ കോൺക്രീറ്റ് മതിലുകൾ, സർവെയിലൻസ് ക്യാമറകൾ, മോഷൻ സെൻസറുകൾ, ആയുധധാരികളായ ഗാർഡുകൾ, മൾട്ടി ലെയർ വോൾട്ട്. അസാധ്യം എന്ന് കരുതപ്പെട്ട ഒരിടം. ആ ഡിപ്പോ മുഴുവൻ ആലൻ പേസിന് കൈവെള്ള പോലെ അറിയാമായിരുന്നു. ഓരോ ക്യാമറ ആംഗിളും, ഓരോ അലലാം, ഓരോ ഗാർഡ് ഷിഫ്റ്റും, ഓരോ വോൾട്ട് കോഡും. കാരണം അത് അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു. ആ ഡിപ്പോയുടെ സുരക്ഷ ഇറുക്കമുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ആൾ. സഹപ്രവർത്തകർ പറഞ്ഞത് ഇങ്ങനെ: ശാന്തൻ, വിശ്വസ്തൻ, ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ ശാന്തതയ്ക്കു പിറകിൽ ഒരു മനുഷ്യൻ മുമ്മിക്കൊണ്ടിരുന്നു. ആഴ്ചയുടെ അവസാനം ക്യാഷ് റിസർവ് ഏറ്റവും ഉയർന്ന നിലയിൽ, മേൽനോട്ടം ഏറ്റവും കുറഞ്ഞ നിലയിൽ. ആഴ്ചകൾ മുൻപ് തന്നെ ആലൻ പേസ് സൈഡ് എൻട്രൻസ് ഒരുക്കി. ചില സുരക്ഷ നടപടികൾ അലാം ഉണ്ടാക്കാതെ നിശബ്ദമായി ഡിസേബിൾ ചെയ്തു. ഏത് ബട്ടൺ അമർത്തരുത്, ഏത് ക്യാമറ ലൂപ്പ് ചെയ്യണം, ഏത് അലാം ഓഫ് ചെയ്യണം, ഒക്കെ മനഃപ്പാഠം. ടീമിനോട് ബ്രീഫ് ചെയ്തു. സ്കീ മാസ്ക്, ഷോട്ട്ഗൺ, ഡക്ട് ടേപ്പ്, ഒരു യു-ഹോൾ ട്രക്ക്. വേഗം ചെയ്യുക, വലിയ നോട്ടുകൾ മാത്രം, 30 മിനിറ്റ്, പിന്നെ തിരിഞ്ഞു നോക്കരുത്. 1997 സെപ്റ്റംബർ 12 സന്ധ്യ 7:30 ആലൻ പേസ് ഡൺബാർ ഡിപ്പോയിലേക്ക് എത്തി. ഒരു സാധാരണ വെള്ളിയാഴ്ച ഷിഫ്റ്റിലേക്ക് വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെയല്ല. ശാന്തൻ, ഉദ്ദേശ്യം മറഞ്ഞ് ഒരു ശാന്തമുഖം. ഒരുക്കിവെച്ച സൈഡ് ഡോർ കാത്തു നിൽക്കുകയായിരുന്നു. പുറത്ത് കൂടെ വന്ന ടീം, മാസ്കിട്ട, ആയുധം ഏന്തിയ, തയ്യാർ. ആലൻ പേസ് ആ വാതിൽ തുറന്ന് അവരെ അകത്തേക്ക് കൂട്ടി. നേരെ പോയത് ബ്രേക്ക് റൂമിലേക്ക്. ഒളിച്ചിരുന്നു. ഗാർഡുകൾ ഒന്നൊന്നായി ബ്രേക്കിന് വരുന്നു, ഒന്നൊന്നായി ആക്രമിക്കപ്പെടുന്നു. ഡക്ട് ടേപ്പ്, കൈകെട്ടി, നിലത്ത്. ഒരൊറ്റ വെടിയില്ല. ആർക്കും ഗുരുതരമായൊരു മുറിവ് പോലുമില്ല. ആലൻ പേസ് ഒരു പ്രേതത്തെപ്പോലെ ആ കെട്ടിടത്തിലൂടെ നീങ്ങി. ഇതദ്ദേഹത്തിന് ഒരു ഭൂപരമായിരുന്നു. ഏത് ക്യാമറ ഓഫ് ചെയ്യണം, ഏത് വോൾട്ട് തുറക്കണം, ഏത് റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യണം. 30 മിനിറ്റ്. യു-ഹോൾ ട്രക്കിൽ ക്യാഷ് നിരന്നു. ഏറ്റവും വലിയ നോട്ടുകൾ, പരമാവധി മൂല്യം, ഏറ്റവും കുറഞ്ഞ ഭാരം. ആ ട്രക്ക് ഡൺബാർ ഡിപ്പോ വിട്ടിറങ്ങുമ്പോൾ 18 ദശലക്ഷം, $9 ലക്ഷം, അതായത് ഏകദേശം 150 കോടി രൂപ. ഉപയോഗിക്കപ്പെട്ട നോട്ടുകൾ, ട്രേസ് ചെയ്യാൻ കഴിയാത്ത ബില്ലുകൾ. ആ ക്ഷണം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്യാഷ് കൊള്ള. FBI ഉടനിറങ്ങി. 2 വർഷം, ഒരു തെളിവില്ല.
ക്രൈം സ്ഥലം വൃത്തിയൊക്കെ. സർവൈലൻസ് റെക്കോർഡ് മായ്ക്കപ്പെട്ടു. ഒരൊറ്റ അലാമുണ്ടായില്ല. ഫോറൻസിക് ടീം വന്ന് ഒന്നും കണ്ടില്ല. ഇതിനിടെ ആലൻ പേസും യൂജിൻ ഹില്ലും ജീവിതം പഴയ പോലെ തുടർന്നു. ഒളിച്ചോടിയില്ല. ഒരു ദിവസം സ്പോർട്സ് കാർ വാങ്ങി പ്രദർശനം കഴിഞ്ഞ് ചിരിച്ചില്ല. ശ്രദ്ധയോടെ, ക്ഷമയോടെ ആലൻ പേസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചു. പണം ക്രമേണ ക്ലീനാക്കി. ടീം ശാന്തമായ ജീവിതം ജീവിച്ചു. 2 വർഷം കഴിഞ്ഞു. ആ ഒരൊറ്റ നിമിഷം വരെ. 1999 യൂജിൻ ഹിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ ഓഫീസിൽ. ഒരു സ്ഥലം വാങ്ങൽ, ഒരു സ്ഥിരമിരമായ ഇടപാട്. ഹിൽ കൈയുള്ളിലിട്ടു. ക്യാഷ് പുറത്തെടുത്തു. ആ ബ്രോക്കർ നോട്ടുകൾ കൈകൊണ്ടപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ നോട്ടുകൾ ഇപ്പോഴും ഡൺബാർ ആർമേഡ് കറൻസി സ്ട്രാപ്പിൽ കെട്ടിയിരിക്കുന്നു. ആ ചെറിയ പേപ്പർ ബാൻഡ്, ബാങ്ക് ഫെസിലിറ്റികൾ ക്യാഷ് ബണ്ടിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ബാൻഡ്, ഡൺബാർ എന്ന മുദ്ര. ആ ബ്രോക്കർ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു. യൂജിൻ ഹിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫെഡറൽ ചാർജുകളുടെ ഭാരത്തിൽ ഹിൽ സംസാരിച്ചു. ആലൻ പേസ്, മാസ്റ്റർ മൈൻഡ്. FBI ആലൻ പേസിന്റെ വീട്ടിൽ കയറി. ചുമരുകൾക്കുള്ളിൽ അടക്കിൽ ഏതാണ്ട് $1 ദശലക്ഷം, അതായത് 8 കോടിയോളം രൂപ ക്യാഷ്. ഹിൽ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. ആ ഡിപ്പോയുടെ അലാം സിസ്റ്റം ബ്ലൂ പ്രിന്റിന്റെ കോപ്പി, ആലൻ പേസ് ഉണ്ടാക്കിയ ആ ഇൻസൈഡർ ഡോക്യുമെന്റ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഒരൊറ്റ ഡൺബാർ പേപ്പർ ബാൻഡ്. ആ ഒരൊറ്റ ചെറിയ ബാൻഡ്. 150 കോടി രൂപ കൊള്ളയടിച്ച് 2 വർഷം ഒളിഞ്ഞ ഒരാൾ തകർന്നു. ആലൻ പേസ് ദ തേർഡ്. ഫെഡറൽ കോടതി. 24 വർഷം ജയിൽ ശിക്ഷ. 22 വർഷം സേവിച്ച ശേഷം 2020 മോചിതൻ. യൂജിൻ ഹിൽ 18 വർഷം. ബാക്കി അക്കൂട്ടർ ഒപ്പുവെച്ച് ഇളവ് നേടി. 18 ദശലക്ഷം, $9 ലക്ഷം, അതായത് 150 കോടിയിൽ ഏതാണ്ട് 40 കോടി രൂപ മാത്രം കണ്ടുകിട്ടി. ബാക്കിയുള്ള 110 കോടി രൂപ ഇല്ല, ഇന്നുമില്ല. ഇൻവെസ്റ്റിഗേറ്ററുകൾ കരുതുന്നത്, ആ പണം ഇപ്പോഴും എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. സ്റ്റോറേജ് യൂണിറ്റുകൾ, കുഴിച്ചിട്ട ലൊക്കേഷനുകൾ. മരിക്കുന്നതിന് മുൻപ് ആ ആൾ മാത്രമറിഞ്ഞ ഒരിടം. 25 വർഷത്തിൽ കൂടുതലായി ആ 110 കോടി, ഒരൊറ്റ ട്രേസ് ആകത്തക്ക ഒരൊറ്റ നോട്ടും ലോകത്ത് ഒരിടത്തും കണ്ടില്ല. ആലൻ പേസ് ദ തേർഡ്. ഒരു കൊള്ളക്കാരന് ആവശ്യമുള്ളതൊക്കെ ഉണ്ടായിരുന്ന ആൾ. ജ്ഞാനം, ആക്സസ്, ക്ഷമ, ചിട്ട. ഒരൊറ്റ കാര്യം അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല: അദ്ദേഹത്തിൻ്റെ അരുകിൽ നിൽക്കുന്ന ആൾ. ഏറ്റവും ശക്തമായ സുരക്ഷ ഒരിക്കലും ക്യാമറകളോ അലാമുകളോ അല്ല, ഒരു ലളിതമായ മനുഷ്യ സ്വഭാവമാണ്. ഒരൊറ്റ ഡൺബാർ പേപ്പർ ബാൻഡ്, ഒരൊറ്റ ക്ഷണം, ഒരൊറ്റ ഫോൺ കോൾ. 150 കോടി രൂപ അപ്രത്യക്ഷമായി. ഒരു മനുഷ്യൻ്റെ 22 വർഷം ആ ഡോളറുകളോടൊപ്പം പോയി. ആ 110 കോടി രൂപ ഇന്നും ഒരിടത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഇത് മിഡ്നൈറ്റ് ടെയിൽസ് ആയിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്തയാഴ്ച ഇതിലും ഉറക്കം കളയുന്ന ഒരു കഥ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി ശാന്തമായി ഉറങ്ങൂ. ഒരൊറ്റ കാര്യമോർത്ത് ഉറങ്ങൂ: ഒരിക്കലും നിങ്ങളുടെ ക്യാഷ് ബണ്ടിൽ ഡൺബാർ സ്ട്രാപ്പോടെ വെക്കരുത്.